കണ്ണേറ് എന്നത് വെറുമൊരു അന്ധവിശ്വാസമല്ല, മറിച്ച് നമ്മുടെ ശരീരത്തിലെ ഊർജ്ജ നിലയിലുണ്ടാകുന്ന വ്യതിയാനമാണെന്ന് ആയുർവേദം വ്യക്തമാക്കുന്നുണ്ട്. ഒരാളുടെ നോട്ടം കൊണ്ട് നിങ്ങളുടെ ആരോഗ്യം ക്ഷയിക്കുമോ? ഒരാളുടെ അസൂയ നിറഞ്ഞ ചിന്തകൾ നിങ്ങളെ രോഗിയാക്കുമോ? ആധുനിക വൈദ്യശാസ്ത്രം പോലും അത്ഭുതപ്പെടുന്ന രീതിയിൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ആചാര്യന്മാർ ഇതിന് ചില ഔഷധക്കൂട്ടുകൾ കണ്ടെത്തിയിരുന്നു. ശരീരത്തെയും മനസ്സിനെയും ഒരു ഇരുമ്പുകോട്ട പോലെ സംരക്ഷിക്കാൻ ആയുർവേദം നിർദ്ദേശിക്കുന്ന ആ 5 രഹസ്യങ്ങൾ എന്തെല്ലാമാണ്? നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കാൻ ഈ വീഡിയോ അവസാന നിമിഷം വരെ കാണുക. നമസ്കാരം, ചാണക്യ മലയാളം എന്ന നമ്മുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ സാധാരണയായി കണ്ണേറിനെ ആത്മീയമായ ഒരു വശത്തിലൂടെയാണ് കാണാറുള്ളത്. എന്നാൽ ആയുർവേദം ഇതിനെ കാണുന്നത് ദൃഷ്ടിദോഷം അല്ലെങ്കിൽ ശരീരത്തിലെ ത്രിദോഷങ്ങൾ, വാദം, പിത്തം, കഫം തെറ്റുന്ന ഒരു അവസ്ഥയായാണ്. പുറത്തുനിന്നുള്ള നെഗറ്റീവ് വൈബ്രേഷനുകൾ നമ്മുടെ നാഡീവ്യൂഹത്തെയും ശരീരത്തിലെ പ്രതിരോധ ശേഷിയെയും എങ്ങനെയാണ് തളർത്തുന്നത് എന്ന് ആയുർവേദ ഗ്രന്ഥങ്ങളിൽ കൃത്യമായി വിവരിക്കുന്നുണ്ട്. ചാണക്യന്റെ കാലഘട്ടത്തിൽ പോലും രാജാക്കന്മാരെയും പടയാളികളെയും ശത്രുക്കളുടെ ഇത്തരം മാനസിക ആക്രമണങ്ങളിൽ സൈക്കിക് അറ്റാക്സ് നിന്ന് സംരക്ഷിക്കാൻ പ്രത്യേക ഔഷധ പ്രയോഗങ്ങൾ നടത്തിയിരുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള ലളിതമായ ചില ഔഷധങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ ഒരു പ്രകൃതിദത്തമായ സംരക്ഷണ കവചം തീർക്കാം എന്നതാണ്. ഈ വീഡിയോയിലൂടെ കണ്ണേറിനെ പ്രതിരോധിക്കാനുള്ള 5 ആയുർവേദ രഹസ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വെളിപ്പെടുത്താം. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. ഇതുപോലെയുള്ള പൗരാണിക അറിവുകളും ജീവിതത്തിൽ വിജയിക്കാനുള്ള പ്രായോഗിക മാർഗങ്ങളും മലയാളത്തിൽ നിങ്ങളിലേക്ക് എത്താൻ നമ്മുടെ ഈ ചാനൽ ചാണക്യ മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ സബ്സ്ക്രിപ്ഷനും ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ കൂടുതൽ ആഴത്തിൽ പഠിച്ച് നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് വലിയൊരു പ്രോത്സാഹനമാണ്. ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ അടുത്ത വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഇനി നമുക്ക് ഒന്നാമത്തെ പോയിന്റിലേക്ക് പോകാം. പോയിന്റ് 1: മഞ്ഞളും വേപ്പിലയും പ്രകൃതിദത്തമായ പ്രതിരോധ കവചം. ആയുർവേദത്തിലെ അത്യപൂർവമായ അറിവുകളിൽ ഒന്നാമത്തേത് മഞ്ഞളും വേപ്പിലയും ചേർന്നുള്ള പ്രയോഗമാണ്. നമ്മൾ വിചാരിക്കുന്നത് മഞ്ഞൾ ഒരു കറി മസാലയാണെന്നും വേപ്പില വെറുമൊരു അണുനാശിനിയാണെന്നുമാണ്. എന്നാൽ ആയുർവേദ ഗ്രന്ഥങ്ങൾ പ്രകാരം ഇവ രണ്ടും വിഷഹര വിഭാഗത്തിൽപ്പെട്ടവയാണ്. അതായത് അന്തരീക്ഷത്തിലെ വിഷാംശങ്ങളെയും നെഗറ്റീവ് ഊർജത്തെയും വലിച്ചെടുക്കാൻ ഇവയേക്കാൾ മികച്ച മറ്റൊരു ഔഷധമില്ല. ചാണക്യന്റെ കാലത്ത് ചാരന്മാരും സൈനികരും ദൂരദേശങ്ങളിൽ പോയി വരുമ്പോൾ അവർക്കൊപ്പം വരാനിടയുള്ള നെഗറ്റീവ് വൈബ്രേഷനുകളെ തടയാൻ കോട്ടവാതിലുകളിൽ മഞ്ഞളും വേപ്പിലയും ഉപയോഗിച്ചിരുന്നു. ഇതിന് പിന്നിൽ വലിയൊരു ശാസ്ത്രമുണ്ട്. മഞ്ഞളിന്റെ മഞ്ഞ നിറവും വേപ്പിലയുടെ കയ്പും നമ്മുടെ ശരീരത്തിന് ചുറ്റുമുള്ള ഓറയെ ശുദ്ധീകരിക്കാൻ ശേഷിയുള്ളവയാണ്. ഇതെങ്ങനെ പ്രയോഗിക്കണം? കടുത്ത കണ്ണേറ് അനുഭവപ്പെടുന്ന ദിവസങ്ങളിൽ അല്പം പച്ചമഞ്ഞൾ അരച്ചതും വേപ്പിലയും ചേർത്ത വെള്ളത്തിൽ കുളിക്കുന്നത് നിങ്ങളുടെ ശരീരത്തിലെ നെഗറ്റീവ് ചാർജിനെ നീക്കം ചെയ്യാൻ സഹായിക്കും. അതുപോലെ നിങ്ങളുടെ വീടിന്റെ മുൻവാതിലിൽ വെള്ളിയാഴ്ചകളിലോ ചൊവ്വാഴ്ചകളിലോ അല്പം മഞ്ഞൾ വെള്ളം തളിക്കുന്നതും വേപ്പില കെട്ടിത്തൂക്കുന്നതും ശ്രദ്ധിക്കുക. വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരാളുടെ നോട്ടത്തിലെ തീക്ഷ്ണതയെ ആഗിരണം ചെയ്യാൻ ഈ വേപ്പിലയ്ക്ക് സാധിക്കും. നിങ്ങളുടെ ശരീരത്തിന് അകാരണമായി ഭാരം അനുഭവപ്പെടുമ്പോഴോ വല്ലാതെ തളർച്ച തോന്നുമ്പോഴോ ഈ രീതി ഒന്ന് പരീക്ഷിച്ചു നോക്കൂ. മഞ്ഞളും വേപ്പിലയും ചേർന്ന് നിങ്ങളുടെ ശരീരത്തിന് ചുറ്റും അദൃശ്യമായ ഒരു ഊർജ്ജ കവചം തീർക്കുന്നത് നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും. പോയിന്റ് 2: വയമ്പ് ധരിക്കുക. മാനസികാരോഗ്യം സംരക്ഷിക്കാനുള്ള ആയുർവേദ വിദ്യ. നമ്മുടെ രണ്ടാമത്തെ പോയിന്റ് ആയുർവേദത്തിൽ അതിശക്തമായ സ്വാധീനമുള്ള വയമ്പ് എന്ന ഔഷധത്തെക്കുറിച്ചാണ്. പണ്ട് കാലത്ത് കുഞ്ഞുങ്ങൾ ജനിച്ചു കഴിയുമ്പോൾ മുതിർന്നവർ ആദ്യം ചെയ്യുന്നത് ഒരു കഷ്ണം വയമ്പ് കറുത്ത നൂലിൽ കെട്ടി കുട്ടിയുടെ അരയിലോ കയ്യിലോ ധരിപ്പിക്കുകയാണ്. ഇതിനെ വെറുമൊരു ആചാരമായി കാണരുത്. ആയുർവേദത്തിൽ വയമ്പ് അറിയപ്പെടുന്നത് മേധ്യ ഔഷധമായാണ്. അതായത് ബുദ്ധിയെയും നാഡീവ്യൂഹത്തെയും ഉത്തേജിപ്പിക്കുന്ന ഒന്ന്. കണ്ണേറ് അല്ലെങ്കിൽ നെഗറ്റീവ് എനർജി ആദ്യം ബാധിക്കുന്നത് നമ്മുടെ നാഡീവ്യൂഹത്തെയാണ്. ഒരാളുടെ കഠിനമായ അസൂയ നിറഞ്ഞ നോട്ടം നിങ്ങളിൽ ഭയമോ അകാരണമായ ഉത്കണ്ഠയോ ഉണ്ടാക്കാം. വയമ്പിന്റെ ഗന്ധം ശ്വസിക്കുന്നത് നമ്മുടെ ഉപബോധ മനസ്സിനെ ശാന്തമാക്കാനും പുറത്തുനിന്നുള്ള ഇത്തരം മാനസികാഘാതങ്ങളെ സൈക്കിക് അറ്റാക്സ് പ്രതിരോധിക്കാനും സഹായിക്കും. ചാണക്യൻ തന്റെ ചാരന്മാർക്ക് അതീവ ഏകാഗ്രത ലഭിക്കാനും ശത്രുക്കളുടെ വശീകരണ തന്ത്രങ്ങളിൽ വീഴാതിരിക്കാനും ഇത്തരം ഔഷധങ്ങൾ ഉപയോഗിക്കാൻ നിർദ്ദേശിച്ചിരുന്നു. ഒരു ചെറിയ കഷ്ണം വയമ്പ് എപ്പോഴും കൂടെ കരുതുന്നത് നിങ്ങളുടെ ഊർജ്ജ നിലയെ സുരക്ഷിതമായി നിർത്താൻ സഹായിക്കും. നിങ്ങൾ ഇപ്പോൾ കേട്ട ഈ കാര്യം നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്നുണ്ടോ? നമ്മുടെ പൂർവികർ ഉപയോഗിച്ചിരുന്ന ഇത്തരം ശാസ്ത്രീയമായ അറിവുകൾ എത്ര പേർക്ക് അറിയാമായിരുന്നു? നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും മുൻപരിചയമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഇത്തരത്തിലുള്ള പാരമ്പര്യ അറിവുകൾ ആരെങ്കിലും പങ്കുവച്ചിട്ടുണ്ടെങ്കിൽ അത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. നിങ്ങളുടെ ആ ഒരു കമന്റ് ഈ വീഡിയോ കാണുന്ന മറ്റൊരാൾക്ക് വലിയൊരു അറിവായി മാറും. ഈ അറിവ് സത്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കും ഈ പൗരാണിക വിദ്യകൾ കൂടുതൽ മലയാളികളിലേക്ക് എത്തിക്കാൻ സഹായിക്കും. നമുക്ക് ഈ അറിവ് ഒരുമിച്ച് പങ്കുവയ്ക്കാം. പോയിന്റ് 3: ധൂമപാനം. അന്തരീക്ഷത്തിലെ നെഗറ്റീവ് എനർജിയെ നീക്കം ചെയ്യാൻ. നമ്മുടെ മൂന്നാമത്തെ പോയിന്റ് വീടിനെയും പരിസരത്തെയും ശുദ്ധീകരിക്കുന്ന അതിശക്തമായ ഒരു ആയുർവേദ വിദ്യയാണ് ധൂമപാനം. ചില വീടുകളിൽ കയറുമ്പോൾ നമുക്ക് വലിയ സന്തോഷം തോന്നും. എന്നാൽ
മറ്റു ചിലയിടങ്ങളിൽ അകാരണമായ ഒരു ഭാരമോ അസ്വസ്ഥതയോ അനുഭവപ്പെടാറില്ലേ? ഇതിനെയാണ് ആയുർവേദം വാസ്തുദോഷം അല്ലെങ്കിൽ അന്തരീക്ഷത്തിലെ നെഗറ്റീവ് ഊർജം എന്ന് വിളിക്കുന്നത്. പുറത്തുനിന്നുള്ള ഒരാളുടെ കഠിനമായ ദൃഷ്ടിദോഷം നമ്മുടെ വീടിന്റെ ചുവരുകളിലും മൂലകളിലും തങ്ങി നിൽക്കാറുണ്ട്. ഇതിനെ മാറ്റാൻ ഏറ്റവും മികച്ച മാർഗമാണ് ഔഷധങ്ങൾ പുകയ്ക്കുന്നത്. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പരാമർശിക്കുന്ന അപരാജിത ചൂർണം ഇതിനായി ഉപയോഗിക്കാം. കുന്തിരിക്കം, ഗുഗ്ഗുലു, വേപ്പില, കർപ്പൂരം എന്നിവ ചേർന്ന മിശ്രിതം സന്ധ്യാസമയത്ത് വീടിനുള്ളിൽ പുകയ്ക്കുന്നത് അന്തരീക്ഷത്തിലെ നെഗറ്റീവ് വൈബ്രേഷനുകളെ തകർക്കാൻ സഹായിക്കും. ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പോലും പകർച്ചവ്യാധികളെയും ശത്രുക്കൾ പ്രയോഗിക്കുന്ന മാരക വിഷാംശങ്ങളെയും തടയാൻ നഗരങ്ങളിലും കൊട്ടാരങ്ങളിലും ഇത്തരം ഔഷധപ്പുകകൾ ഉപയോഗിക്കാൻ നിർദ്ദേശിക്കുന്നുണ്ട്. പുകയിലെ സൂക്ഷ്മമായ തന്മാത്രകൾ നിങ്ങളുടെ വീടിന്റെ ഓരോ മൂലയിലും എത്തുകയും അവിടെ കെട്ടിക്കിടക്കുന്ന അസൂയയുടെയും പകയുടെയും കറുത്ത തരംഗങ്ങളെ ഇല്ലാതാക്കുകയും ചെയ്യുന്നു. ഇത് നിങ്ങളുടെ വീടിനുള്ളിൽ ഒരു പോസിറ്റീവ് എനർജി സർക്കുലേഷൻ ഉണ്ടാക്കും. പോയിന്റ് 4. ശിരോഭ്യംഗം, ഊർജ കേന്ദ്രങ്ങളെ ഉണർത്താൻ. 4ാമത്തെ പോയിന്റിലേക്ക് നമ്മൾ കടക്കുകയാണ്. കണ്ണേറ് ഏറ്റാൽ അത് ആദ്യം പ്രതിഫലിക്കുന്നത് നമ്മുടെ ശരീരത്തിലാണ്. അകാരണമായ തലവേദന, കണ്ണിന് ചുറ്റും കനം തോന്നുക, അല്ലെങ്കിൽ ശരീരം വല്ലാതെ തളരുക എന്നിവ ദൃഷ്ടിദോഷത്തിന്റെ പ്രധാന ലക്ഷണങ്ങളാണ്. ആയുർവേദ പ്രകാരം നമ്മുടെ തലയിലാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ കേന്ദ്രങ്ങൾ അഥവാ മർമ്മങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. പുറത്തുനിന്നുള്ള ഒരു നെഗറ്റീവ് തരംഗം നമ്മുടെ ഔറ ഭേദിച്ച് ഉള്ളിലേക്ക് കടക്കുമ്പോൾ അത് ആദ്യം ബാധിക്കുന്നത് ഈ മർമ്മങ്ങളെയാണ്. ഇതിനുള്ള ഏറ്റവും മികച്ച ആയുർവേദ പരിഹാരമാണ് ശിരോഭ്യംഗം അഥവാ ഔഷധ എണ്ണകൾ ഉപയോഗിച്ചുള്ള തല മസാജ്. ബ്രഹ്മി തൈലമോ ക്ഷീരബലയോ ഉപയോഗിച്ച് ശിരോഭ്യംഗം ചെയ്യുന്നത് നിങ്ങളുടെ നാഡീവ്യൂഹത്തെ ശാന്തമാക്കുകയും നെഗറ്റീവ് എനർജി മൂലം ശരീരത്തിലുണ്ടായ ബ്ലോക്ക് മാറ്റുകയും ചെയ്യുന്നു. ആചാര്യ ചാണക്യൻ തന്റെ ശിഷ്യന്മാർക്ക് കഠിനമായ മാനസിക സമ്മർദ്ദമുണ്ടാകുമ്പോൾ ഇത്തരം തൈലപ്രയോഗങ്ങൾ നിർദ്ദേശിച്ചിരുന്നു. എണ്ണ തേച്ച് കുളിക്കുന്നത് കേവലം അഴുക്ക് കളയാനല്ല, മറിച്ച് ശരീരത്തിന് ചുറ്റുമുള്ള നെഗറ്റീവ് ചാർജിനെ നീക്കം ചെയ്യാനാണ്. ഒരു കാന്തം ഇരുമ്പ് പൊടികളെ ആകർഷിക്കുന്നത് പോലെ നമ്മുടെ ശരീരം നെഗറ്റിവിറ്റിയെ ആകർഷിക്കുമ്പോൾ ഔഷധ എണ്ണകൾ ഒരു കവചമായി നിന്ന് ആ ആകർഷണത്തെ തടയുന്നു. പോയിന്റ് 5. പഞ്ചഭൂത ശുദ്ധീകരണവും എർത്തിങ്ങും. നമ്മുടെ ഈ ചർച്ചയിലെ അവസാനത്തെയും ഏറ്റവും ശാസ്ത്രീയവുമായ പോയിന്റ് പഞ്ചഭൂത ശുദ്ധീകരണം. ആയുർവേദം പറയുന്നത് നമ്മുടെ ശരീരം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ 5 മൂലകങ്ങൾ കൊണ്ടാണെന്നാണ്. കണ്ണീറ് അഥവാ ദൃഷ്ടിദോഷം സംഭവിക്കുമ്പോൾ ഈ മൂലകങ്ങളുടെ ബാലൻസ് തെറ്റുന്നു. പ്രത്യേകിച്ചും നമ്മുടെ ശരീരത്തിലെ ഭൂമി എന്ന മൂലകത്തിന് എർത്ത് എലിമെന്റ് നെഗറ്റീവ് ഊർജത്തെ ആഗിരണം ചെയ്യാനുള്ള ശേഷി കുറയുന്നു. ഇതിനുള്ള ഏറ്റവും വലിയ പരിഹാരമാണ് എർത്തിങ്, അതായത് നഗ്നപാതനായി മണ്ണിലൂടെയോ പുല്ലിലൂടെയോ നടക്കുന്നത്. ഭൂമി ഒരു വലിയ കാന്തം പോലെയാണ്. നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയ അസൂയയുടെയും ദേഷ്യത്തിന്റെയും നെഗറ്റീവ് ഇലക്ട്രോണുകളെ ഭൂമിയിലേക്ക് ഇറക്കിവിടാൻ ഇതിലൂടെ സാധിക്കും. ചാണക്യൻ തന്റെ രാജാക്കന്മാർക്കും യോദ്ധാക്കൾക്കും പ്രകൃതിയുമായി ഇണങ്ങി ജീവിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നത് വെറുമൊരു ശീലമായിരുന്നില്ല, അതൊരു ഊർജ ശുദ്ധീകരണ പ്രക്രിയയായിരുന്നു. ദിവസവും അല്പനേരം വെറും മണ്ണിൽ നിൽക്കുന്നതോ ഒഴുകുന്ന ജലത്തിൽ കാൽ കഴുകുന്നതോ നിങ്ങളുടെ ദൃഷ്ടിദോഷം മാറ്റാൻ സഹായിക്കും. അതുപോലെ തന്നെ സൂര്യപ്രകാശം, അഗ്നിമൂലകം ഏൽക്കുന്നത് നിങ്ങളുടെ ഓറയെ കൂടുതൽ തിളക്കമുള്ളതാക്കും. ഈ 5 മൂലകങ്ങളെ നിങ്ങൾ കൃത്യമായി പരിപാലിച്ചാൽ ഒരു ശത്രുവിനും നിങ്ങളുടെ ഊർജത്തെ തകർക്കാൻ കഴിയില്ല. നമ്മുടെ ഇന്നത്തെ ഈ ആയുർവേദ മാസ്റ്റർ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുകയാണ്. കണ്ണേറും ദൃഷ്ടിദോഷവും വെറുമൊരു ഭയമല്ല, മറിച്ച് നമ്മുടെ ശരീരത്തിലെ ഊർജ നിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണെന്ന് നമ്മൾ കണ്ടു. പ്രകൃതി നമുക്ക് നൽകിയിട്ടുള്ള ഈ 5 ഔഷധക്കൂട്ടുകളും രീതികളും ശരിയായ രീതിയിൽ പിന്തുടർന്നാൽ ഒരു നെഗറ്റീവ് ഊർജത്തിനും നിങ്ങളുടെ വളർച്ചയെ തടയാൻ കഴിയില്ല. ആചാര്യ ചാണക്യൻ പഠിപ്പിക്കുന്നത് പോലെ അറിവാണ് ഏറ്റവും വലിയ പ്രതിരോധം. നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷിച്ചു നോക്കൂ. ഇതിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്ന ആശ്വാസവും മാറ്റങ്ങളും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നിങ്ങളുടെ ഓരോ അനുഭവവും സമാനമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന മറ്റൊരു സുഹൃത്തിന് വലിയൊരു ആശ്വാസമായിരിക്കും. ഇതുപോലെയുള്ള പൗരാണിക ആയുർവേദ രഹസ്യങ്ങളും ജീവിത വിജയത്തിനായുള്ള ചാണക്യതന്ത്രങ്ങളും മലയാളത്തിൽ ഇനിയും നിങ്ങളിലേക്ക് എത്താൻ നമ്മുടെ ഈ ചാനൽ ചാണക്യ മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടി അമർത്തി ഓൾ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്താൽ അടുത്ത പവർഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അത് ലഭിക്കും. നിങ്ങളുടെ സപ്പോർട്ടാണ് ഇതുപോലെയുള്ള മികച്ച അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് വലിയൊരു ഊർജം നൽകുന്നത്. പ്രകൃതിയോടും സത്യത്തോടും ചേർന്ന് നിൽക്കുക. ഐശ്വര്യവും സമാധാനവും നിറഞ്ഞ ഒരു ജീവിതം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. മറ്റൊരു അത്ഭുതകരമായ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.